ക്രിസ്മസും എല്ലാ അനുഗ്രഹങ്ങളുമുള്ള ഒരു പുതുവത്സരം നേർന്നുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ അടുത്ത കാലത്തെ ഒരു ക്രിസ്മസ്. ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ്. കഥ ഡേവിസ് ചുങ്കത്ത്, തിരക്കഥ സംഭാഷണം എം വർഗീസ്, സൗണ്ട് ആൻഡ് മ്യൂസിക് ഗണേഷ് ആൻഡ് ബാബു. തോമാച്ചിന്റെ ഭവനത്തിലെ ഒരു തിരക്കേറിയ പ്രഭാതവും. ഇതെന്തൊരു കഷ്ടമായി പിള്ളേരെ കൊണ്ട്. ഇന്നത്തെ ന്യൂസ് ഒന്ന് നോക്കട്ടെ. ഓ, അത് കൊള്ളാലോ. നിങ്ങൾ തന്നെ ചിരിക്കുന്നു. എടി, ഇന്നത്തെ ബ്രിട്ടീഷ് മലയാളി നീ കണ്ടോ? ഓമനയും ആവനയും തമ്മിൽ വീണ്ടും പിളർന്നു. ഓമനയും ആവനയോ? അതാരാ? അത് നമ്മുടെ പുതിയ അസോസിയേഷന്റെ പേരാണ്. മലയാളി എവിടെയുണ്ടോ അവിടെയുണ്ട് പിളർപ്പ്. എടി, ഒന്ന് പതുക്കെ പറഞ്ഞു. അടുത്ത പ്രസിഡന്റ് ഈ ഞാനാ. അത് നിനക്ക് അറിയോ? നിങ്ങൾക്ക് ഇത് നോക്കി ചിരിച്ചിരുന്നാൽ മതിയല്ലോ. നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് പിള്ളേരെ സ്കൂളിൽ വിടണ്ടേ? അവര് റെഡിയാണോ? എടാ പിള്ളേരെ, കോട്ടും ബാഗും എടുത്തോ, നമുക്ക് ഇറങ്ങാം. ഇന്നും സഭയിൽ തന്നെ അല്ലേ കരയോഗം? എടി, പല തന്ത്രപ്രധാനമായ കാര്യങ്ങളും ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. ഇനി എപ്പോഴാണാവോ തിരികെ വരുന്നത്? ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, സഹായത്തിന് ആരുമില്ല. ഞാൻ എത്തി. ഞാൻ ഇവിടെ വാതിൽക്കലാ. നീ ഫോൺ വെച്ചോ. ഞാനിങ്ങ് പോന്നു. നീ ഇങ്ങനെ വയ്യാതിരിക്കുമല്ലേ? നിന്റെ ഡേറ്റ് അടുത്തല്ലോ. നമുക്ക് അമ്മയെ കൊണ്ടുവന്നാലോ? എന്റെ അമ്മയെ. നിന്റെ അമ്മ കഴിഞ്ഞ വർഷം വന്നതല്ലേ? പക്ഷേ വിസയും പാസ്പോർട്ടും ഒക്കെ ശരിയാക്കണ്ടേ? അതൊക്കെ ഞാൻ എന്നെ ശരിയാക്കി. ടിക്കറ്റ് എടുക്കാൻ നെപ്റ്റൂണിനും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നോടൊന്നും ചോദിക്കാതെ എന്നെ നോക്കാൻ നിങ്ങളുടെ അമ്മയെ കൊണ്ടുവരും. അതോ, അത് നമ്മുടെ പ്രസിഡന്റിന്റെ മെസ്സേജാ. പിള്ളേരെ ഡാൻസ് കോസ്റ്റ്യൂമിന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാ. അതാരാണിപ്പോ അടുത്തത്? ഹായ്, മാക്രോയിൽ കള്ളിന് ക്രിസ്തുമസ് ഓഫർ. ആദ്യം കള്ള്, പിന്നെ കോസ്റ്റ്യൂം. സ്റ്റോക്ക് തീരും മുമ്പേ വേഗം വാങ്ങി വരട്ടെ. ഇപ്പം ഈ ഏരിയയിൽ മലയാളികളുടെ എണ്ണം കൂടി വരികയാണ്. അതെ, ക്രിസ്തുമസ് കള്ളു കണ്ടുപിടിച്ച ദിവസമല്ല, ക്രിസ്തു ജനിച്ച ദിവസമാണ്. എടി, അമ്മ നാളെ വരും. പിന്നെ ഇതൊന്നും നടക്കത്തില്ല. ഞാൻ വേഗം ഒന്ന് പോയിട്ട് വരാം. ഇത് ഞാൻ കള്ള മേടിക്കാൻ ഒരു മുട്ടുമില്ല. എനിക്ക് പിള്ളേർക്കും എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞാൽ അപ്പം ഭയങ്കര ക്രെഡിറ്റ് കാർഡ്.
പഠിക്കാൻ വിട്ടപ്പോ മനക്കലാവിനെ കല്ലെറി